ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ മക്കളെ നമുക്ക് സമഭുജ സാമാന്തരികം 10 മിനിറ്റ് കൊണ്ട് സെറ്റായിട്ട് പഠിച്ചിട്ട് പോകാം. റോംബസ് അഥവാ സമഭുജ സാമാന്തരികം അറിയേണ്ടതും PSC ചോദിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോകാം. അതിന് നിങ്ങളൊരു 2 ഫാക്റ്റുകൾ, ഞാൻ പറയുന്ന ഒരു 2 ഫാക്റ്റുകൾ പഠിച്ചു വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് മാറും. എന്താണ് 2 ഫാക്റ്റുകൾ എന്ന് ചോദിച്ചാൽ മക്കളേതാ ഒന്നാമത്തെ ഫാക്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു മട്ടത്രികോണത്തിൻ്റെ 2 ലംബവശങ്ങൾ, അതായത് ഈ വശം പാറമെന്ന് വിളിക്കും, ഇത് ഉയരമെന്ന് വിളിക്കും, ഇതിനെ കർണമെന്ന് വിളിക്കും. അതായത് ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടന്യൂസ്. അപ്പം ഹൈപ്പോട്ടന്യൂസ് കാണാനും ബേസ് കാണാനും ആൾട്ടിറ്റ്യൂഡ് കാണാനും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ കുറച്ചുകൂടെ വേഗത്തിലത് PSC എപ്പോഴും ചോദിക്കുന്ന കുറേ അധികം അളവുകളുണ്ട്. നിങ്ങളത് കാണാറങ്ങ് പഠിച്ചു വെച്ചാൽ മതി. PSC മക്കളെ എപ്പോഴും ചോദിക്കുന്ന കുറേ അധികം അളവുകളുണ്ട്. നിങ്ങളത് കാണാറങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മട്ടത്രികോണത്തിൻ്റെ 2 ലംബവശങ്ങൾ അഥവാ 2 പെർപെൻഡിക്കുലർ സൈഡ്സ്, മക്കളെ ഈ 2 വശങ്ങളെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് വിളിക്കുന്നത്. അത് 3ഉം 4ഉം ആണ് വരുന്നതെങ്കിൽ, അതായത് ഒരു വശം 3 മറ്റേ വശം 4, അങ്ങനെയെങ്കിൽ മക്കളെ എപ്പോഴും കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് അഥവാ വലിയ വശം 5 ആയിരിക്കും. ഓക്കെ, 2 പെർപെൻഡിക്കുലർ സൈഡ്സ് 3ഉം 4ഉം കണ്ടാൽ മക്കളെ കർണം 5 ആയിരിക്കും. ഇനി ഇവരുടെ ഗുണിതങ്ങളെന്ന് പറഞ്ഞേ, 3ൻ്റെ അടുത്ത ഗുണിതം മക്കളെ 6, 3ൻ്റെ രണ്ടാമത്തെ ഗുണിതം 6, 4ൻ്റെ രണ്ടാമത്തെ ഗുണിതം 8. 6 8 വരുന്നതെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കർണം 5ൻ്റെ രണ്ടാമത്തെ ഗുണിതം 10. മനസ്സിലായോ? 3ഉം 4ഉം കണ്ടാൽ കർണം 5, അതിൻ്റെ ഗുണിതങ്ങൾ എടുക്കും. 3ൻ്റെ രണ്ടാമത്തെ ഗുണിതം 6, 4ൻ്റെ രണ്ടാമത്തെ ഗുണിതം 8 എങ്കിൽ കർണം 5ൻ്റെ രണ്ടാമത്തെ ഗുണിതം 10. വീണ്ടും ഇവരുടെ ഗുണിതങ്ങളെന്ന് പറഞ്ഞു നോക്ക്. 6ൻ്റെ രണ്ടാമത്തെ ഗുണിതം മക്കളെ 12, 6 × 2 8 × 2 16. 12ഉം 16ഉം ആണ് നിങ്ങൾ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് കാണുന്നതെങ്കിൽ കർണം 10ൻ്റെ രണ്ടാമത്തെ ഗുണിതം 20. വീണ്ടും പറയാം, 12ൻ്റെ അടുത്ത ഗുണിതം മക്കളെ 12 2 പറ 24, 16 2 എത്ര 32. 24ഉം 32ഉം ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എപ്പോഴും മക്കളെ അതിൻ്റെ കർണം 20ൻ്റെ ഇരട്ടി പറ 20 × 2 40. നമ്മൾ 3 4 5 തുടങ്ങിയതാ, അതിൻ്റെ ഇരട്ടിയെടുത്ത് അങ്ങനെ ഇരട്ടിയെടുത്ത് ഇതാ പോകുന്നത്. ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരളവാണ് മക്കളെ. 3 4 5, 3ഉം 4ഉം കണ്ടാൽ കർണം 5, 6 8ഉം കണ്ടാൽ കർണം 10. ഓക്കെ, അതുപോലെ 12ഉം 16ഉം കണ്ടാൽ കർണം 20, 24ഉം 32ഉം കണ്ടാൽ കർണം 40. ഇനി ഒരളവ് കൂടുണ്ട്, പഠിച്ചു വെക്കാൻ പറ്റുന്നവർ പഠിക്കുക. 12ഉം 5ഉം കണ്ടാൽ 12ഉം 5ഉം ആണ് 2 പെർപെൻഡിക്കുലർ സൈഡ്സ് എങ്കിൽ എപ്പോഴും അതിൻ്റെ കർണം 13 ആയിരിക്കും. 13. 12ഉം 5ഉം ആണ് കാണുന്നതെങ്കിൽ. ഇനി 12ഉം 9ഉം ആണ് കാണുന്നതെങ്കിൽ കർണം മക്കളെ 15 ആയിരിക്കും. ഇതുകൂടെ പഠിച്ചു വെക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇതെങ്കിലും പഠിച്ചു വെക്കുക. ഇതുകൂടെ പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ 3 4 കണ്ടാൽ 5, 6 8 കണ്ടാൽ 10. അതേപോലെ അടുത്ത ഗുണിതം 12 16 കണ്ടാൽ പറ 20 അല്ലേ. അതേപോലെ 24 32 കണ്ടാൽ 40. 12ഉം 5ഉം കണ്ടാൽ മക്കളെ 13, കർണം 13. 12ഉം 9ഉം കണ്ടാൽ കർണം 15. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ഫാക്റ്റ് ഇതാണ്. സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ, സമഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും തുല്യമായ സാമാന്തരികം. അപ്പോൾ ഈ വശവും തുല്യമായിരിക്കും മക്കളെ. ഇനി വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാ ഇങ്ങനെ, അതായത് ഇതിൻ്റെ 2 വികരണങ്ങൾ ഡയഗണൽസ് ആണ് ഞാൻ വരച്ചത്. എപ്പോഴും ഡയഗണൽസിൻ്റെ പ്രത്യേകത, സമഭുജ സാമാന്തരികമാണോ എങ്കിൽ ഇതിൻ്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മലയാളം പറഞ്ഞാൽ ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് ലംബമായിരിക്കും എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഇത് ലംബമായിരിക്കും എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഇത് ലംബവാ, ഇതും ലംബവാ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 മട്ടത്രികോണങ്ങളുണ്ടാവും. ഇനി സമഭാഗം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വശത്തിൻ്റെ നീളം എത്രയാണോ അത് തന്നെ ആയിരിക്കും ഈ വശം. ഇത്രയും ഭാഗത്തിൻ്റെ നീളവും ബാക്കി ഈ ഭാഗവും ഒന്ന് തന്നെ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ നീളം എത്ര ആണോ അത് തന്നെ ആയിരിക്കും ഇതും. ഓക്കെ ആണോ? ഈ നീളം തന്നെയാണ് ഈ നീളം,
ഈ നീളം തന്നെയാണ് ഈ നീളം. ഓക്കെ, അപ്പം ഒന്നുകൂടെ, ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ 4 വശങ്ങളും പരസ്പരം തുല്യമായിരിക്കും മക്കളെ. കൂടാതെ ഇതിൻ്റെ വികരണങ്ങൾ ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ 4 മട്ട ത്രികോണങ്ങൾ അകത്തുണ്ടാവും. ഇനി സമഭാഗം ചെയ്യും, ബൈസെക്റ്റ് ചെയ്യും. ഇത് തന്നെ ഇത്, ഇത് തന്നെ ഇത്. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഇതാ നമ്മുടെ ചോദ്യം ഇങ്ങനെ: ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ 2 വികരണങ്ങൾ 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്ര? ഒന്നുമില്ല. ഇവിടെ നോക്ക്, ഒരു സമഭുജ സാമാന്തരികം എന്താ, ഞാൻ ചുമ്മാ ഒന്ന് വരച്ച്. ഇതിൻ്റെ എന്തൊക്കെ അറിയാം പറ? ഇതിൻ്റെ എന്തൊക്കെ അറിയാം? 2 വികരണങ്ങൾ മക്കളെ 8 6. ഇതാ ഈ ഒരു വികരണത്തിനെ ഞാൻ 8 എന്ന് വിളിക്കുവാണേ, 8 സെൻറ്റിമീറ്റർ എന്ന് വിളിക്കുമോ? എനിക്കറിയാം, എടാ 8 ആണെങ്കിൽ ഇവിടെ 4 ഇവിടെ 4, അപ്പം ഞാൻ എഴുതും 4 ഇവിടെ 4. ഓക്കെ, 4 4 ആയിരിക്കുമേ, ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും. ഇനി അടുത്ത വികരണം, ഇതാ ഇത് 6 എന്നാണ് പറയുന്നത്. ഇത് 6, നിങ്ങൾക്ക് ഏതോളിലും എടുക്കാം കേട്ടോ, 8 6. ശരി, ഇത് 6 എങ്കിൽ പറഞ്ഞ മക്കളെ, ഇവിടെ 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു ത്രികോണം മാത്രം എടുക്കുക, ഈ ഒരു ത്രികോണം മാത്രം ഒന്ന് എടുത്തേ. ഒരു മട്ട ത്രികോണം അല്ലേ എടാ, ഒരു മട്ട ത്രികോണം അല്ലേ നിങ്ങൾ കാണുന്നത്? ഇവിടെ 3, ദാ ഈ ഒരു വശം, ദാ ഇവിടെ 3, ഈ ഒരു വശം ഇവിടെ 4. അപ്പോൾ ദാ അതിൻ്റെ കർണമല്ലേ മക്കളെ ഇത്? കർണം, ദാ ഇത് കർണം. എടാ 3ഉം 4ഉം കണ്ടാൽ ഇവിടെ 5, കണ്ണുടച്ചെഴുതിക്കും 5. അപ്പോൾ ഇവിടെ 5 മക്കളെ. ഇതേ 3ഉം 4ഉം തന്നെ അതാ ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 5. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ സമഭുജം, എല്ലാ വശങ്ങളും തുല്യമാണ്. ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ദാ ഇവിടെ 5. വേണ്ടത് ചുറ്റളവാ. 5 അധികം 5 അധികം 5 അധികം 5, അതായത് 5 ഗുണം 4, 5 ഗുണം 4, അതായത് 4a എന്ന് പറയും. 5 ഗുണം 4 20 സെൻറ്റിമീറ്ററാണ് മക്കളെ ചുറ്റളവ്. മനസ്സിലായോ? എളുപ്പമല്ലേ? അതാ പറഞ്ഞത്, അതാണ് മട്ടത്രികോണത്തിൻ്റെ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് ഇതിൻ്റെ കർണം കാണാൻ, അല്ലാതെ കണ്ടുപിടിക്കാൻ, ഇനിയിപ്പം നിങ്ങൾക്ക് പരിചിതമല്ലാത്ത എന്തെങ്കിലും അളവാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു 23, ഇവിടെ ഒരു 44 ഇതൊക്കെയാണ് തന്നെങ്കിൽ, റൂട്ട് ഓഫ് പാദവർഗം അധികം ലംബവർഗം ചെയ്താൽ കർണവർഗം കിട്ടും. അതിനകത്ത് നിന്ന് റൂട്ട് എടുത്താൽ കർണം കിട്ടും. അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലയോ? ഇതാ നോക്കിയ മക്കളെ, ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ 16 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്ര? വളരെ നിസ്സാരം. എടാ വീണ്ടും ഞാനൊരു സമഭുജ സാമാന്തരികം അങ്ങ് വരച്ചേര്. കുഴപ്പമുണ്ടോ? ഞാനങ്ങ് വരയ്ക്കുക. സമഭുജ സാമാന്തരികം എപ്പോൾ ചോദിച്ചാലും അങ്ങ് വരയ്ക്കുക. ഇനി പറ, അതിൻ്റെ വികരണങ്ങൾ, ഒരുത്തൻ 16, ഞാനിവനെ 16 എന്ന് എടുക്കുക. ദാ ഈ വലിയവനെ 16 എന്ന് എടുക്കുക. എനിക്കറിയാം എടാ, എങ്കിൽ ഇവിടെ 8 ഇവിടെ 8. ഇവനെ 12 എന്ന് എടുക്കുക. കണ്ണുടച്ച് പറയും ഇവിടെ 6 ഇവിടെ 6. എടാ ഞാൻ എന്താ ഒരു മട്ട ത്രികോണത്തെ മാത്രം എടുത്ത് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുമോ? ദാ ഇവനെ മാത്രം മാറ്റി വരച്ചാൽ നിങ്ങളതാ ഇത് 6, ഇതാണ് ഈ വശം 6, ദാ ഇത് 8, അതാണ് ഈ വശം 8. എടാ എങ്കിൽ ദാ ഈ വശമല്ലേ ഇത്? കണ്ണുടച്ച് പറ ഇവിടെ 6ഉം ഇവിടെ 8ഉം. എടാ ഇവിടെ 6ഉം ഇവിടെ 8ഉം. പറ ഇത് 10 ആയിരിക്കത്തില്ലേ മക്കളെ? 10 ആയിരിക്കും. അപ്പോൾ ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10 കഴിഞ്ഞ്. നമ്മുടെ ചുറ്റളവ് 10 ഗുണം 4, 10 4 വട്ടം, അതായത് 40 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ചുറ്റളവ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി തിരിച്ചു വേണേൽ ചോദിക്കാം, അതായത് ഇവിടുത്തെ ഈ വശം തരത്തില്ല, അഥവാ ഈ വികരണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമുക്കറിയാം മട്ട ത്രികോണത്തിൽ ഇത് 10. ഓക്കെ, അപ്പം മാറ്റി വരച്ച് 10 എന്ന് എഴുതി. അതേപോലെ ഇതാ ഇവിടെ 8 എന്ന് എഴുതി. ഇനി നിങ്ങൾ പറ, എടാ കർണം 10ഉം ഒരു വശം 8ഉം വരണമെങ്കിൽ ഇവിടെ ആര് വരണം? 6 വരണം. അപ്പോൾ ഇവിടെ നമ്മൾ 6 അളകളും ചെയ്ത്, അപ്പോൾ ഇവിടെ 6 ആയിരിക്കും, അപ്പോൾ ഇവിടെ 6 ആയിരിക്കും. എടാ 6 6ഉം 12 ആയിരിക്കും അടുത്ത വികരണം. എളുപ്പമല്ലേ? 6 6ഉം 12 ആയിരിക്കും വികരണം. ക്ലിയർ? ഇതാ നോക്കിയേ, ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ 24 സെൻറ്റിമീറ്റർ 18 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വിസ്തീർണം എത്ര എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ വിസ്തീർണമാണ് മക്കളെ ചോദിക്കുന്നത്. നോക്കണേ, ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ മക്കളെതാ ഈ വികരണം 24, ദാ ഈ വികരണം 18 ആയാൽ ഇതിൻ്റെ ചുറ്റളവല്ല, കഴിഞ്ഞ 2 എണ്ണത്തിൽ നമ്മൾ ചുറ്റളവ് കൊണ്ടു, ഇവിടെ വിസ്തീർണമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം 24. എനിക്കറിയാം ഇതും പപ്പാതി വിധമായിരിക്കും. അപ്പോൾ ഇവിടെ 12 ഇവിടെ 12, ഇത് മൊത്തം 18. അപ്പോൾ ഇവിടെ 9 ഇവിടെ 9. നമുക്ക് വേണ്ടതിൻ്റെ വിസ്തീർണം. ഇവിടെ വിസ്തീർണം കാണുന്ന സമവാക്യമൊക്കെ ഉണ്ട്, ഹാഫ് d1 d2 എന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എടാ ഈ ത്രികോണം തന്നെയാണ് ദാ ഈ ത്രികോണം.
കാര്യം ഇതിൻ്റെ ഈ ത്രികോണത്തിൻ്റെ പാദം 9, ഉയരം 12. അതേപോലെ ഈ ത്രികോണം നോക്ക്, ഇതിൻ്റെയും പാദം 9, ഉയരം 12. ദാ ഈ ത്രികോണം നോക്ക് മക്കളെ, പാദം 9, ഉയരം 12. ദാ ഈ ത്രികോണം നോക്കി, ഈ ത്രികോണം പാദം 9, ഉയരം 12. അതായത് 4 തുല്യ ത്രികോണങ്ങളല്ലേ ഇത്. അതായത് പാദം 9 മക്കളെ, പാദം 9, ഉയരം 12. എങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ അതല്ലേ നമ്മുടെ സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം. ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ എല്ലാവർക്കും അറിയാം. എടാ, ഒരു മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെയാ? ഹാഫ് ബി എച്ച് അല്ലേ? എടാ, 2 ഗുണം പാദം ഗുണം ഉയരം. ആ കിട്ടുന്ന വിസ്തീർണത്തിനെ 4 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണമായി. എങ്കിൽ 2 ഗുണം പാദം 9 ഗുണം ഉയരം 12. 2-നകത്ത് 2 ഒരു തവണ, 12-നകത്ത് 6 തവണ, 6 9 54 എന്ന് വരും. അതായത് ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം 54. അങ്ങനെയുള്ള 4 ത്രികോണങ്ങളാണ് നമ്മുടെ സമഭുജ സാമാന്തരികത്തിൽ. 54 × 4, 4 4 16, ശിഷ്ടം 1, 5 4 20, 1 21, 216 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം. ക്ലിയർ അല്ലയോ? ഓക്കെ അല്ലേ? അപ്പോൾ സമഭുജ സാമാന്തരികം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10 മിനിറ്റ് കൊണ്ട് സെറ്റായോ? ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. ഇതേപോലുള്ള കൂടുതൽ ടിപ്സിനും ട്രിക്സിനും ചലഞ്ചർ ഫോളോ ചെയ്യുക. മറ്റുള്ള വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.